UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഈ അടുത്തിടെയാണ് ഇന്ത്യ സന്ദർശനം നടത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ എമർജൻസിയായി അദ്ദേഹം ഇന്ത്യയിലെത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉന്നതതല ചർച്ചകൾ നടത്തുകയുമായിരുന്നു. ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു വാർത്തയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ പരിണിത ഫലം ഇപ്പോൾ പാകിസ്ഥാനിൽ അനുഭവപ്പെട്ടു തുടങ്ങി എന്ന് പറയേണ്ടി വരും. അതായത് ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പിനും പ്രവർത്തനങ്ങൾക്കുമുള്ള പാകിസ്ഥാനുമായുള്ള ഒരു കരാർ UAE ഇപ്പോൾ ഉപേക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. UAE തുടക്കത്തിൽ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നും എന്നാൽ ഇപ്പോൾ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം ഇതിൽ നിന്ന് UAE പിന്മാറിയിരിക്കുകയാണ് എന്നുമാണ് റിപ്പോർട്ട്. UAE ഇതിൽ നിന്ന് പിന്മാറിയതിനു ശേഷം പാകിസ്ഥാൻ UAEയിൽ നിന്ന് വ്യക്തമായ പ്രതികരണം തേടി അന്തിമ കോൾ ലെറ്റർ അയച്ചിരുന്നു. എന്നാൽ ഇതിനു മറുപടി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു സ്ഥാപനത്തെയും സ്വീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് UAE അറിയിച്ചത്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളായിരുന്നു UAE. വിവിധ മേഖലകളിലായി ആയിരക്കണക്കിന് പാകിസ്ഥാനികൾ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ പണമയക്കേണ്ട പ്രധാന സ്രോതസ്സും UAE തന്നെയായിരുന്നു. UAE പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത ഇന്ത്യ സന്ദർശനം ദക്ഷിണേഷ്യൻ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഒരു തരംഗ പ്രഭാവം സൃഷ്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പരോക്ഷമായി ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. ഷെയ്ഖ് നഹ്യാന്റെ 3 മണിക്കൂർ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തിപ്പിക്കാനുള്ള പദ്ധതി അബുദാബി റദ്ദാക്കി. 2025 ഓഗസ്റ്റ് മുതൽ ചർച്ചകൾ നടക്കുന്ന ഒരു പ്രധാന കരാർ തന്നെയായിരുന്നു ഇത്. പാകിസ്ഥാൻ റിയാദുമായി ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയും സൗദി അറേബ്യയുമായും തുർക്കിയുമായും ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്ന് രൂപീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ UAE ഇന്ത്യയുമായി പുതിയ പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം UAE നേതാവ് 900 ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ അംഗീകാരവും നൽകി കഴിഞ്ഞു. ഇന്ത്യയോടുള്ള സൗഹാർദ്ദത്തിന്റെ ഒരു പ്രധാന പ്രകടനമായിട്ടാണ് വ്യാപകമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. UAE നേതാവിന്റെ സന്ദർശന വേളയിൽ നടന്ന ചർച്ചകളിൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദും ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ സ്പെക്ട്രവും അവലോകനം ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ ഒരു നാഴികക്കല്ലായ തന്ത്രപരമായ പ്രതിരോധ കരാറിലും ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ കേന്ദ്ര ബിന്ദുവായി മാറാൻ പോകുന്ന റഫേൽ യുദ്ധവിമാനമാണ് ഇവിടുത്തെ അതിഥി. ഈ കരാർ പൂർത്തിയായി കഴിഞ്ഞാൽ ഫ്രാൻസിന് പുറത്തെ റഫേലിന്റെ ഏറ്റവും വലിയ ഓപ്പറേറ്റർമാരായി ഇന്ത്യയും UAEയും മാറും. 2021 ഡിസംബറിൽ ഒപ്പുവെച്ച ചരിത്രപരമായ ഒരു ഗവൺമെന്റ് ടു സർക്കാർ കരാറിൽ UAE ഔദ്യോഗികമായി 80 റാഫേൽ F4 യുദ്ധവിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. വിമാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി ഓർഡറാണ് ഇത്. 2016 കരാറിന് കീഴിൽ 36 റാഫേലുകൾ ഉൾപ്പെടുത്തിയ ഇന്ത്യ ഇപ്പോൾ മീഡിയം മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് കീഴിൽ 114 യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ പദ്ധതിയിട്ടിട്ടുമുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ ആഗോള ആവാസ വ്യവസ്ഥയിൽ സമാനതകളില്ലാത്ത സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ചേർന്ന് ഏകദേശം 230 റാഫേലുകൾ പ്രവർത്തിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. അതായത് ഇന്ത്യയും UAEയും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ഈ ആഴത്തിലുള്ള സഹകരണം പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനും വിമാന ലഭ്യത മെച്ചപ്പെടുത്തുന്നതിനുമായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ റാഫേൽ പദ്ധതി എന്ന് പറയുന്നത് അതൊരു വലിയ പദ്ധതി തന്നെയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങളാണ് ഈ റഫേൽ യുദ്ധവിമാനത്തിൽ സംയോജിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്. ആസ്ട്ര മാർക്ക് 1, ആസ്ട്ര മാർക്ക് 2, ഭാവിയിലെ ആസ്ട്ര മാർക്ക് 3, അതേപോലെ തന്നെ ആന്റി റേഡിയേഷൻ ആയുധങ്ങൾ, രുദ്രം കുടുംബം എന്നിവയുൾപ്പെടെയുള്ള വിവിധ തരം തദ്ദേശീയ ആയുധങ്ങളാണ് ഈ വിമാനത്തിൽ സംയോജിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത്. ഇങ്ങനെ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങൾ UAEയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾക്കും വാഗ്ദാനം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഫ്രാൻസിന് പുറത്ത് റഫേൽ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ ഇത്തരം ഒരു സഹകരണം ഒരു പ്രധാന മാറ്റം തന്നെയായിരിക്കും. ഇങ്ങനെ ഈ രീതിയിൽ ഇന്ത്യയും UAEയും തമ്മിൽ ഒരുമിച്ച് ഭാവി പരിണാമത്തിന്റെ സഹരൂപകൽപ്പനക്കാരായി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ചുരുക്കി പറഞ്ഞ ഈ രീതിയിലുള്ള ഒരു സഹകരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെയും UAEയുടെയും വ്യോമശക്തി എന്ന് പറയുന്നത് ഇന്ത്യ UAE റഫേൽ അച്ചുതണ്ട് എന്ന് പറയുന്നത് നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും സ്വാധീനമുള്ള യുദ്ധ വ്യോമയാന പങ്കാളിത്തങ്ങളിൽ ഒന്നായി മാറാൻ ഒരുങ്ങുകയാണ്. ഇൻഡോ പസഫിക്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ വളർന്നു വരുന്ന 2 പ്രാദേശിക ശക്തികൾ പ്രതിരോധ സഹകരണം എങ്ങനെ പുനർനിർമ്മിക്കുന്നു എന്നതിന്റെ പ്രതീകമായി മാറാൻ പോവുകയാണ്. അങ്ങനെ ഇന്ത്യയും UAEയും തമ്മിലുള്ള ഈ സഹകരണങ്ങളെല്ലാം ഇപ്പോൾ പാകിസ്ഥാന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതെ, പാകിസ്ഥാന് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്ന UAE ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിരോധം, ബഹിരാകാശം, ഊർജം, സൂപ്പർ കമ്പ്യൂട്ടിംഗ്, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിൽ നിരവധി കരാറുകളിലാണ് ഇന്ത്യയും UAEയും തമ്മിൽ ഒപ്പുവെച്ചത്.
ഇതുപോലെയുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.